വർണ്ണമായി ഭാഗം 25. പിന്നെ വലിയൊരു സോറി. എനിക്കറിയാം 2 ദിവസമായി ഞാൻ പോസ്റ്റൊന്നും ചെയ്യാത്തതെന്ന്. വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ, അതിൻ്റേതായ തിരക്കുകൾ, പിന്നെ വോയിസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസും കൂടി വരുന്നത് കൊണ്ടാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. 1-2 തവണ എഡിറ്റ് ചെയ്തിട്ടും ശരിയായിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്നതിലും ശരിയാവില്ല. എന്നാലും നിങ്ങൾക്ക് തരാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തുടങ്ങാം. നീ വന്നോ? അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നന്ദനത്തിലേക്ക് കാശി വന്നു കയറിയതും നന്ദിനി പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. ഞാനൊന്ന് ഫ്രഷായി വരാം, അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. കാശി വന്നോ നന്ദിനി? ഫ്രഷാകാൻ മുകളിലേക്ക് പോയി. ഞാൻ പറഞ്ഞിരുന്നു മധുവേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. ചോദിച്ചുകൊണ്ടും വന്ന ഭർത്താവിനോട് നന്ദിനി മറുപടി നൽകി. കണ്ണനും എത്തിയിട്ടുണ്ട്. കാത്തുവിൻ്റെ കല്യാണം അടുത്തില്ലേ? അതിൻ്റെ ഒരുക്കമൊക്കെ എവിടെ വരെയായി എന്ന് രണ്ടാളോടും ചോദിക്കാനാ ഞാൻ 2 പേരെയും കാണണമെന്ന് പറഞ്ഞത്. അതെ, ഇനി കൂടിപ്പോയാൽ 4 ആഴ്ച. അത് എന്ന് പറഞ്ഞു പോകും. 3 ആഴ്ച കഴിഞ്ഞാൽ അവരുടെ എക്സാം കഴിയില്ലേ? പിന്നീടുള്ള ഒരാഴ്ച ഓട്ടോ തന്നെയായിരിക്കും. വിവേകിൻ്റെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ മധുവേട്ട? സോഫയിലേക്ക് ഇരുന്ന തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് നന്ദിനി വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. തുടങ്ങിയിട്ടുണ്ടാകും. ഈയിടെയായി വിവേകിൻ്റെ കോളൊന്നും വരാറില്ല. അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചാൽ തന്നെ ഒരു ഒഴിഞ്ഞു മാറിയുള്ള സംസാരമാ. അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? മധു പറഞ്ഞതും നന്ദിനി സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. എനിക്ക് തോന്നിയതാകും. കല്യാണ തിരക്കായില്ലേ, ചിലപ്പോൾ അതിൻ്റേതാകാം. ദേ കണ്ണൻ വന്നല്ലോ. റൂമിൽ നിന്നും കണ്ണനും പുറകെ നമിതയും വരുന്നത് കണ്ടതും നന്ദിനി ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് 2 പേരെയും നോക്കി പുഞ്ചിരിച്ചു. അച്ഛൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്താ അച്ഛാ കാര്യം? സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ ചോദിച്ചു. അവൻ്റെ അരികിൽ നമിതയും വന്നിരുന്നു. പറയാം, കാശിയും വരട്ടെ. മധുസൂദനൻ പറഞ്ഞതും അതേ സമയം തന്നെ ജഗയും കേശവും അവരുടെ അരികിലേക്ക് എത്തിയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഫ്രഷായി കാശിയും വന്നിരുന്നു. മറ്റൊന്നുമല്ല, കാത്തുവിൻ്റെ കല്യാണ ഒരുക്കങ്ങൾ എവിടം വരെയായി എന്നറിയാനാ ഞാൻ 2 പേരെയും കാണണമെന്ന് പറഞ്ഞത്. കാശിയെയും കണ്ണനെയും നോക്കി കാര്യങ്ങൾ എവിടം വരെ അറിയാനായി മധു ചോദിച്ചു. ഓഡിറ്റോറിയവും കാറ്ററിങ്ങും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സും ഡ്രസ്സും കാത്തു വന്നതിന് ശേഷം നോക്കാം. അതിനു മുൻപ് സെറ്റാക്കേണ്ടത് വിളിക്കേണ്ടവരുടെ ഡീറ്റെയിൽസാണ്. അത് അച്ഛൻ നോക്കുന്നതായിരിക്കും നല്ലത്. കാശിയുടെ അഭിപ്രായം എന്താ? കണ്ണൻ തൻ്റെ വശം പറഞ്ഞു കഴിഞ്ഞതും മധുസൂദനൻ കാശിയെ നോക്കി. ഞാൻ ട്രാവൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൻ പറഞ്ഞതുപോലെ ഇനി വിളിക്കേണ്ടവരുടെ ഡീറ്റെയിൽസാണ് എടുക്കേണ്ടത്. തലേന്നത്തെ ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്താം. അവൾക്ക് എന്തോ ഹൽദിയോ മെഹന്തിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിന് പാട്ടും സെറ്റ് ചെയ്യണം. ചെറിയൊരു സ്റ്റേജ് ഒരുക്കങ്ങളും വേണം. അതിൻ്റെ ഡെക്കറേഷൻ ടീമും അന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇനി വിളിക്കേണ്ടവരുടെ കാര്യം ഞാൻ നോക്കണം. മധു 2 മക്കളെയും നോക്കി ചോദിച്ചു. അത് അച്ഛൻ തന്നെ നോക്കി വിളിക്കണം. കാശിയും കണ്ണനും ഒപ്പം പറഞ്ഞതും മധു ശരിയെന്ന മട്ടിൽ തലയാട്ടി. ഏട്ടാ, അപ്പോൾ നമ്മൾ ഡാൻസ് ഉണ്ടാകുമല്ലോ? ഹൽദി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ജഗക്കും കേശവനും ആവേശമേറി. അവസാനം തറവാട്ടിൽ നടന്നത് നിധിഷേട്ടൻ്റെ കല്യാണമാണ്. അതാണെങ്കിൽ തലേന്ന് പാർട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണവും സദ്യവും എല്ലാം. 1-2 വർഷം മുമ്പ് ആയതുകൊണ്ട് ഹൽദി എന്നൊരു പരിപാടി കേരളത്തിൽ അത്ര പ്രചാരം നേടിയിരുന്നില്ല. എന്നാലും ചെറിയൊരു ഫംഗ്ഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ആരും അതിന് തയ്യാറൊന്നുമില്ല. ആ ഒരു കുറവൊക്കെ കാത്തുവിൻ്റെ കല്യാണത്തിന് പരിഹരിക്കണം എന്ന ആവേശത്തിലാണ് എല്ലാവരും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളണം. ആകെയുള്ള ഒരു പെങ്ങളാ. അവളുടെ കല്യാണം നാടറിഞ്ഞു വേണം. ഫുൾ സപ്പോർട്ടോടു കൂടി കണ്ണൻ പറഞ്ഞതും എത്രയും പെട്ടെന്ന് കാത്തുവിൻ്റെ കല്യാണമായാൽ മതിയെന്നായി ജഗയ്ക്കും കേശവനും. മഹി വന്നിട്ടുണ്ടല്ലേ? അത്താഴം കഴിഞ്ഞു ഉറങ്ങാൻ പോകുമ്പോഴായിരുന്നു ബാൽക്കണിയിൽ ഇരിക്കുന്ന കാശിയെ കണ്ണൻ കാണുന്നത്. ഇന്നലെ ഇവിടേക്ക് ട്രാൻസ്ഫറായി. അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ അമ്പാട്ട് തറവാട്ടിലുണ്ട്. അല്ലെങ്കിലും അവൻ ഈ നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരാൻ നിൽക്കുകയായിരുന്നു. ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ടാണ് ഈ 1-2 വർഷം പിടിച്ചു നിന്നത്. എത്രയെന്ന് വെച്ചാൽ അച്ഛൻ പെങ്ങളെ തനിച്ചാക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നത്. മഹിയാണെങ്കിൽ അമ്മയില്ലാതെ പറ്റുകയുമില്ല. മഹിയുടെ അമ്മയില്ലാതെ അവൻ്റെ അച്ഛന് ഒട്ടും പറ്റില്ല. അതും ശരിയാ.
നീ പറഞ്ഞു കേൾപ്പല്ലാതെ അമ്പാട്ട് തറവാടിനെക്കുറിച്ചോ അവിടെയുള്ളവരെക്കുറിച്ചോ എനിക്കും മറ്റൊന്നും അറിയില്ല. എന്നാലും അറിയാനൊരു കൗതുകം. അവൻ്റെ അച്ഛൻ പെങ്ങൾക്ക് എന്താ പറ്റിയത്? അതെന്തേ അവർ തറവാട്ട് വിട്ടു പുറത്തേക്ക് ഇറങ്ങാത്തത്? കണ്ണൻ ചോദിക്കുന്നതിനോടൊപ്പം കാശിയുടെ അരികിലേക്ക് ഇരിക്കുകയും ചെയ്തു. അല്ലെങ്കിലും ഏട്ടനും അനിയനും രാത്രിയായാൽ അധികവും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച പതിവാണ്. അറിയില്ല, ഞാൻ ഇതുവരെ അവൻ്റെ അച്ഛൻ പെങ്ങളെ കണ്ടിട്ടില്ല. എന്തോ അവൻ്റെ ചെറുപ്പത്തിൽ നടന്ന ഒരേ ക്രാഷ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് മഹി. ഞാൻ പിന്നെ കൂടുതൽ ചികയാൻ നിന്നിട്ടില്ല. പറ്റുമെങ്കിൽ ഒരു ദിവസം അമ്പാട്ടേക്ക് പോകണം. ഇപ്പോൾ അവനും ഉണ്ടല്ലോ. മഹിക്ക് പെണ്ണിനെ നോക്കുന്നുണ്ടോ? ഇപ്പോൾ സർക്കാർ ഉദ്യോഗമായതുകൊണ്ട് ഇനി പെണ്ണ് കിട്ടാൻ അത്ര വലിയ തടസ്സമൊന്നും ഉണ്ടാകില്ലല്ലോ. അല്ലെങ്കിലും അവന് പെണ്ണിനെ കിട്ടാൻ വലിയ തടസ്സമൊന്നും ഉണ്ടാകില്ല. അവൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും സ്വത്തുണ്ട് അമ്പാട്ട് തറവാട്ടുകാർക്ക്. അതിൻ്റെയൊക്കെ ഒരേ ഒരു അവകാശം മഹിയല്ലേ. അപ്പോൾ അച്ഛൻ പെങ്ങൾക്ക് മക്കളില്ലേ? ഇല്ല, അവർ തറവാട്ടിൽ തനിച്ച. ഹസ്ബൻഡും ഇല്ലെന്ന് തോന്നുന്നു. മഹിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാ തോന്നിയത്. പിന്നെ ഇന്നത്തെ യാത്ര എന്തുണ്ട്? ശാലിനോട് നീ സംസാരിച്ചിരുന്നോ? മഹിയുടെ വിഷയം വിട്ട് തങ്ങളുടെ വിഷയത്തിലേക്ക് വന്നു കണ്ണൻ. കണ്ണൻ ചോദിച്ചതിന് ഒന്ന് അമർത്തി മൂളിയതേ ഉള്ളൂ കാശി. നീ അതിനോട് വീണ്ടും ദേഷ്യപ്പെട്ടോ? കണ്ണൻ അങ്ങനെ ചോദിച്ചതും കണ്ണനെ കണ്ണുരുട്ടി നോക്കി കാശി. അല്ല, നീ കാണുമ്പോൾ അതിനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. കാശിയുടെ നോട്ടം കണ്ടതും ഒന്ന് പതുങ്ങിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഇനിയും ശാലിനിയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാതെ കാശി കണ്ണൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റു തൻ്റെ റൂമിലേക്ക് നടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് ഇന്ന് രാവിലെ ശാലിനിയെ കണ്ടതു മുതലുള്ള ഓരോ സംഭവങ്ങൾ ഓരോന്നായി കടന്നു വരികയും ചെയ്തിരുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ശാലു, ഇതൊക്കെ എപ്പോൾ പഠിച്ചു തീരാനാ? നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ തകൃതിയായ പഠിത്തത്തിലാണ് കാത്തു. എന്നാൽ ശാലു കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. നിനക്കെന്താ ഇന്ന് പഠിത്തമൊന്നുമില്ലേ? കണ്ണുകൾ പൂട്ടി കിടന്നുറങ്ങുന്നവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാത്തു സംശയത്തോടെ ചോദിച്ചു. ഞാൻ പഠിച്ചു കഴിഞ്ഞു. കഴിയാനോ? ഇതൊക്കെയോ? കാത്തുവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞുപോയി. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നിന്നെയും വിളിക്കാറില്ലേ? നീ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യാനേ ഉള്ളൂ. ദുഷ്ട. ചുണ്ടുകൾ പിളർത്തി കണ്ണുകൾ അടച്ചു പറയുന്നവളെ നോക്കിക്കൊണ്ട് കാത്തു വീണ്ടും പുസ്തകത്തിലേക്ക് തല താഴ്ത്തി. ചെറുപുഞ്ചിരിയോടെ കാത്തുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് നല്ലൊരു ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ശാലിനി. നീ ആകെ ക്ഷീണിച്ചു മഹി. മഹിയുടെ അരികിലിരുന്ന് ഓരോന്ന് വിളമ്പിക്കൊണ്ട് അവനെ തന്നെ സസൂക്ഷ്മം നോക്കുകയായിരുന്നു അച്ഛൻ പെങ്ങൾ. ബാലമ്മയ്ക്ക് തോന്നുന്നതാ ഞാനിപ്പോൾ കുറച്ച് തടിച്ചിട്ടുണ്ട്. മോര് കാച്ചത് അല്പം കൂടി തൻ്റെ ചോറിലേക്ക് ഒഴിച്ചു കൊണ്ടവൻ മുഖമുയർത്തി ബാലമ്മയെ നോക്കി പറഞ്ഞു. എന്നാൽ നിക്ക് തോന്നിയതാകും. ഇനി ഇവിടെ തന്നെ ഉണ്ടാകില്ലേ നീ? ഉണ്ടാകും. അല്ലെങ്കിലും എന്തിനാ കുട്ടി ഇങ്ങനെയൊരു റിസ്ക് പിടിച്ച ജോലി? ദേ ഇപ്പോൾ തന്നെ ഏട്ടനും വയ്യാതെ ആയിട്ടുണ്ട്. ബിസിനസ്സും പറമ്പും എല്ലാം ഒരുമിച്ച് ഏട്ടൻ നോക്കണ്ടേ? നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനൊരു കൈസഹായമായേനെ. ആഗ്രഹിച്ച ജോലിയല്ലേ ബാലമ്മേ, കുറച്ചു കാലം ഞാനിത് ചെയ്തോട്ടെ, അത് കഴിഞ്ഞ് നോക്കാം. അല്ല, ബാലമ്മ കഴിച്ചോ? അവസാന വറ്റും വായിലേക്കാക്കിക്കൊണ്ട് മഹി അച്ഛൻ പെങ്ങളെ നോക്കി. ഇല്ല കുട്ടി, എനിക്കിന്ന് വ്രതമാ. അരിയാഹാരം പറ്റില്ല. ഇതൊന്നും നിർത്താനായില്ലേ ബാലമ്മേ? പറയുമ്പോൾ മഹിയുടെ വാക്കുകളിൽ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. അങ്ങനെ പറ്റുമോ കുട്ടി? ഈ ബാലമ്മക്കുള്ള ഏക ആശ്രയം ഈ ദൈവമല്ലേ. ദൈവത്തെ കൂടി പരിഗണിക്കാമെന്ന് വെച്ചു. എൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ കേട്ടെങ്കിലോ? ചെറുപുഞ്ചിരിയോടെയാണ് സംസാരിക്കുന്നതെങ്കിലും ആ മനസ്സിൻ്റെ വിഷമം അവരുടെ വാക്കുകളിൽ തങ്ങി നിൽക്കുന്നത് മഹി ശ്രദ്ധിച്ചു. കൊല്ലം 19 ആയിരിക്കുന്നു. ഇടർച്ചയോടെയുള്ള സംസാരം ഇടയ്ക്കൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടും ആദ്യമൊക്കെ ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഒരു മാറ്റം കാണുന്നത്. ഒറ്റ രാത്രി കൊണ്ടല്ലേ ബാലമ്മയ്ക്കെല്ലാം നഷ്ടമായത്. തൻ്റെ മുന്നിലുള്ള പ്ലേറ്റും ഭക്ഷണ സാധനങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോകുന്ന അച്ഛൻ പെങ്ങളെ അവൻ വേദനയോടെ നോക്കി. അടുക്കളയിലെത്തിയതും മഹിയുടെ മുന്നിൽ പിടിച്ചു നിർത്തിയ കണ്ണുനീർ
ഒഴുക്കി വിട്ടിരുന്നു ബാലാമണി. ആ മനസ്സിൻ്റെ വേദന ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കാതെ കണ്ണുനീരാൽ പുറത്തേക്ക് ഒഴുക്കി വിട്ടു. ഒപ്പം തൻ്റെ ജോലിയും തുടർന്നു. എക്സാം തുടങ്ങി. ഈ ഒരാഴ്ചക്കിടയിൽ ശാലിനിയുടെയും കാത്തുവിൻ്റെയും ജീവിതം പുസ്തകങ്ങൾ തിന്നു എന്ന് തന്നെ പറയാം. അതിനിടയിൽ മറ്റൊന്നിനും അവർ പോയില്ല. പഠിത്തം തന്നെയായിരുന്നു രണ്ടുപേരും. കാത്തു കൂടുതൽ റിസ്ക് എടുത്ത് പഠിക്കുന്നില്ലെങ്കിലും ശാലിനി വെളുപ്പിന് എഴുന്നേറ്റും പഠിപ്പ് തുടർന്നു. അതിനിടയിൽ നന്ദനത്തിൽ നിന്നും ആരും കാണാനോ വരാനോ നിന്നില്ല. അവർക്കും അറിയാം എക്സാം തിരക്കായിരിക്കും രണ്ടുപേർക്കുമെന്ന്. നന്ദനത്തിൽ ഇപ്പോൾ കാത്തുവിൻ്റെ കല്യാണ തിരക്കാണ്. ക്ഷണിക്കാൻ പോകലും അലങ്കാരങ്ങളും പെയിൻ്റടിയും എല്ലാം തകൃതമായി നടക്കുന്നുണ്ട്. നന്ദനത്തിൻ്റെ മാത്രമല്ല, ദേവാസിൻ്റെയും മംഗലശ്ശേരിയുടെയും എല്ലാം വീട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 വീട്ടുകാരുടെയും ആഘോഷമാണ് കാത്തുവിൻ്റെ കല്യാണം. ഡ്രസ്സെടുപ്പും ഓർണമെൻറ്റ്സും ഒക്കെ കാത്തു വന്നിട്ടാകാമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. ജഗയും കേശുവും ഇപ്പോഴേ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ആമിക്കൊന്നിനും ഉഷാറില്ല. കാത്തു വരാതെ അവൾക്ക് ഉഷാർ വരികയുമില്ല. അഭിയും മുത്തശ്ശിയും അമ്മയും ഇപ്പോഴും കാശിയെ എങ്ങനെ വലയിലാക്കാം എന്ന ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ കല്യാണം കഴിയുമ്പോഴേക്കും അഭിയെ കാശിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയായിരുന്നു മുത്തശ്ശിയും ഗൗരിയും, കൂടെ ഗൗരിയുടെ ഭർത്താവും. അങ്ങനെ 2ാമത്തെ ആഴ്ചയിലെ എക്സാം എത്തി. എൻ്റെ ഈശ്വര, ഇന്നത്തെ എക്സാം നല്ലതായിരിക്കണേ. കോളേജിലേക്ക് നടന്നു പോകുന്നവൾ സർവ്വദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കാത്തു, നാം പാതി ദൈവം പാതി എന്നല്ലേ? നിൻ്റെ പാതി നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? പ്രാർത്ഥിച്ചു നടക്കുന്നവളെ നോക്കി ശാലിനി ചോദിച്ചു. ഇതിപ്പോൾ എന്നും എക്സാമിന് വരുമ്പോഴുള്ള കാഴ്ചയാണ്. എൻ്റെ പാതി ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ ദൈവത്തെ വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, റാങ്ക് മാർക്കൊന്നും വേണ്ട. ഇല്ലെങ്കിൽ വിവേകേട്ടൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ തല കുനിയും. ചോദിക്കാൻ വിട്ടു, നിൻ്റെ വിവേകേട്ടൻ വിളിക്കാറില്ലേ നിന്നെ? അല്ല, നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ലടാ, കുറവാണ് വിളിക്കുന്നതൊക്കെ. ചിലപ്പോൾ ജോലി തിരക്കാവാം. ഇപ്പോൾ എക്സാം തുടങ്ങിയതിന് ശേഷം വിളിച്ചിട്ടില്ല. ചിലപ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടുണ്ടാകും. ആ, ശാലിനി ഒന്നും മൂളി. യോ, മറന്നു. കോളേജിലേക്ക് എത്താനായതും പെട്ടെന്ന് തലക്കടിച്ച് കാത്തു നിന്നു. എന്താ കാത്തു? ഹോൾ ടിക്കറ്റ് എടുക്കാൻ വിട്ടു. യോ, വാ നമുക്ക് പോയി എടുത്തിട്ട് വരാം, സമയമുണ്ട്. കാത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നടക്കാൻ ശാലിനി ആഞ്ഞതും കാത്തു ശാലിനിയെ പിടിച്ചു നിർത്തി. നീ വരണ്ട, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. കാത്തു തൻ്റെ കൈകളിൽ പിടിച്ച് ശാലിനിയുടെ കൈകൾ എടുത്തു മാറ്റി പറഞ്ഞു. വേണ്ട, തനിച്ചു പോകേണ്ട, ഞാൻ വേഗം വരാം. നീ ക്ലാസ്സിലേക്ക് പോയിക്കോ, ബാക്കിയുള്ളത് എന്തെങ്കിലും എടുത്ത് പഠിക്ക്. ശാലിനിയോട് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കാത്തു ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞു നടന്നു. നടന്നു പോകുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ശാലിനി കോളേജ് ഗേറ്റും കടന്ന് അകത്തേക്ക് പോകുകയും ചെയ്തു. എന്താ കാർത്തിക തിരിച്ചു വന്നത്? ഹോസ്റ്റലിൻ്റെ മുന്നിൽ തന്നെ ടീച്ചർ ഉണ്ടായിരുന്നു. ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു ടീച്ചർ. കാത്തു ടീച്ചർക്ക് മറുപടി നൽകിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി വേഗം ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് പോയി. വേറെ ഒന്നും മറന്നില്ലല്ലോ? ഹോൾ ടിക്കറ്റും എടുത്ത് തിരിഞ്ഞു വന്നവളെ നോക്കി ടീച്ചർ ചോദിച്ചു. ഇല്ല ടീച്ചർ, ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാത്തു ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങി. ഹോയ്! സ്പീഡിൽ നടക്കുന്നവൾ പെട്ടെന്നാണ് തൻ്റെ പുറകിൽ നിന്നും തന്നെ ആരോ വിളിച്ചതുപോലെ ശ്രദ്ധിച്ചത്. തിരിഞ്ഞവൾ നോക്കിയതും തൻ്റെ അരികിലേക്ക് വരുന്നയാളെ കണ്ട് കാത്തുവിൻ്റെ കണ്ണുകളിൽ അതിശയമുളവായി. ഇതെപ്പോൾ ലാൻഡ് ചെയ്തു? തൻ്റെ അരികിലേക്ക് വന്നവനെ ആകമാനം ഒന്ന് നോക്കിക്കൊണ്ട് കാത്തു പുഞ്ചിരിയോട് ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, കാശി പറഞ്ഞില്ലേ? ഇല്ല മഹിയേട്ടാ, എക്സാം ആയതുകൊണ്ട് വീട്ടിലേക്കുള്ള വിളിയൊക്കെ കുറവാ. എന്തായാലും ചെത്തായിട്ടുണ്ട് മഹിയേട്ടനെ ഈ യൂണിഫോമിൽ കാണാൻ. കഴിയുമെന്ന് ഞാൻ കരുതിയതേയല്ല. ആഗ്രഹിച്ച് നേടിയതല്ലേ മോളെ. അല്ല, നീ തനിച്ചാണോ? അപ്പോൾ മറ്റേ കുട്ടിയോ? കാത്തുവിൻ്റെ കൂടെ എപ്പോഴും ശാലിനി ഉണ്ടാകുമെന്ന് കാശി പറഞ്ഞത് മഹി ഓർത്തു. ആര്? ശാലിനിയോ? ആ കുട്ടി തന്നെ. കാശി പറഞ്ഞു നിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും ആ കുട്ടിയെന്ന്. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് കൂട്ടുകാരനോട് മറ്റേ കൂട്ടുകാരൻ പറയാറുണ്ടല്ലേ? ഒരു താളത്തിൽ കളിയാക്കലോടെയായിരുന്നു കാത്തു ചോദിച്ചത്. അവൻ്റെ ഭാര്യയെക്കുറിച്ചല്ലാതെ അവന് വേറെ ആരെക്കുറിച്ചാണ് പറയേണ്ടത്? മഹിയിലും അതേ കള്ളത്തരം തന്നെ. ശരി മഹിയേട്ടാ, സമയമായി. ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു, അതാ തിരിച്ചു വന്നത്.
കാണാവേ വാച്ചിലേക്ക് നോക്കിയവൾ സമയമായി എന്ന് മനസ്സിലാക്കിയതും ധൃതിയോടെ മഹിയോട് പറഞ്ഞു മുന്നോട്ട് വേഗത്തിൽ നടന്നു. അതേ, കല്യാണത്തിന് വിളിച്ചില്ല. മുന്നോട്ട് നടന്നു പോകുന്നവളെ നോക്കി മഹി ഉറക്കെ വിളിച്ചു ചോദിച്ചു. വിളിക്കാനൊന്നുമില്ല, അങ്ങ് വന്നേക്ക്. തിരിഞ്ഞു നിന്നവൾ അവന് അതേ ശബ്ദത്തിൽ മറുപടി നൽകിക്കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ച് വേഗം കോളേജിലേക്ക് നടന്നു. ഒരാഴ്ച കൂടി കടന്നുപോയി. ഇനി ഒരാഴ്ച കൂടി, അത് കഴിഞ്ഞാൽ എക്സാം കഴിയും. നീ എക്സാം കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോരുവല്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എക്സാമും കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വരുന്ന വഴിയാണ് ശാലിനിയും കാത്തുവും. പിന്നെ തനിച്ചു ഹോസ്റ്റലിൽ നിൽക്കാനോ? കാത്തു തൻ്റെ അരികിലുള്ളവളെ തുറിച്ചു നോക്കി. ശാലിനി ഒന്ന് മൂളി. അല്ലെങ്കിലും കാത്തുവിൻ്റെ വീട്ടിൽ പോയാൽ ഒരുപാടൊന്നും നിൽക്കാനും കഴിയില്ലെന്ന് ശാലുവിനറിയാം. അതുകൊണ്ട് തന്നെ തനിച്ചുള്ള ജീവിതം ഇപ്പോഴേ ശീലിച്ചാലേ ശരിയാകും. അപ്പോൾ എൻ്റെ കല്യാണത്തിനോ? എന്തോ ശാലിനിയുടെ തീരുമാനത്തിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാത്തുവിന്. ശാലിനിയുടെ ഭാഗത്തു നിന്നും നോക്കിയാൽ അവൾ പറയുന്നത് തന്നെയാണ് ശരി. പക്ഷേ ശാലിനിയെ തനിച്ചു വിടാൻ കാത്തുവിന് കഴിയുന്നുമില്ല. ഞാൻ വരും കല്യാണത്തലേന്ന്. അതാകുമ്പോൾ പ്രിയയും അഖിലും എല്ലാവരും ഉണ്ടാകുമല്ലോ. എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ വഴക്ക് പറയില്ല. അതായിരുന്നു പറയാതെ പറഞ്ഞത് ശാലിനി. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴോ? ഡാൻസ് പ്രാക്ടീസോ? സോറി കാത്തു, ഒന്നിന് ഞാനില്ല. കല്യാണത്തിന് വരും. ഹൽദി അല്ലേ തലേന്ന്? ഹൽദിക്ക് ഞാൻ ഉറപ്പായും എത്തും. ശാലിനി തീർത്തു പറഞ്ഞതും കാത്തു പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. എന്തെന്നാൽ ശാലിനിയുടെ മാനസികാവസ്ഥയും ചിന്തിക്കേണ്ടതാണല്ലോ. നീ എവിടെയാ? ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടെ കാശി മഹിയെ വിളിച്ചു. ഞാൻ വീട്ടിലുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങും. എന്നാൽ കുറച്ച് കഴിഞ്ഞു പോകാം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ കണ്ണനുമുണ്ട്. എന്നാൽ നേരത്തെ വിളിച്ചു പറയണ്ടേ? അല്ല, നിനക്ക് വീട്ടിലേക്കുള്ള വഴി അറിയോ? കാശി വരുന്നതിലുള്ള സന്തോഷമുണ്ട് മഹിക്ക്. എന്തെന്നാൽ ആദ്യമായിട്ടാണ് തൻ്റെ തറവാട്ടിലേക്ക് അവൻ വരുന്നത്. അതൊക്കെ അറിയാം. 10 മിനിറ്റ്സ്, ഞങ്ങൾ ഇപ്പോഴെത്തും. മഹിയോട് പറയുന്നതിനോടൊപ്പം കാശി ഫോൺ കട്ട് ചെയ്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. കാശി പറഞ്ഞതുപോലെ തന്നെ കൃത്യം 10 മിനിറ്റായതും അമ്പാട് തറവാട്ട് മുറ്റത്തേക്ക് കാശിയുടെ കാർ വന്നു നിന്നിരുന്നു. കാറിൽ നിന്നും തന്നെ കാശിയും കണ്ണനും ആ വലിയ തറവാട് നോക്കിക്കാണുകയായിരുന്നു. ആ തറവാട്ടിൻ്റെ പ്രൗഢി ഇപ്പോഴും എടുത്തു കാണിക്കുന്നത് പോലെ. ശബ്ദം കേട്ടപാടെ മഹിയും ഒപ്പം അവൻ്റെ പുറകെ അവൻ്റെ അച്ഛനും പുറത്തേക്ക് വന്നു. വാടാ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കാശിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കണ്ണനും ഇറങ്ങിയതും രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു മഹി. ഒപ്പം ബാലചന്ദ്രനും. വഴിയൊന്നും തെറ്റിയില്ലല്ലോ മക്കളെ? ചന്ദ്രൻ സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല, ഒരു ഊഹം വെച്ച് വന്നതാ. പിന്നെ അമ്പാട്ട് തറവാട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഇവിടത്തേക്കുള്ള വഴി കാണിച്ചു തന്നു എല്ലാവരും. കാശി പറയുന്നതിനോടൊപ്പം അവിടെ കോലയിലുള്ള ചെയറിലേക്ക് ഇരുന്നു. ഒപ്പം കണ്ണനും. ജാനകി, കുട്ടികൾ വന്നു. ദാ വരുന്നു. ബാലചന്ദ്രൻ അകത്തേക്ക് നീട്ടി വിളിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി മറുപടി നൽകി. അതേസമയം തന്നെ ട്രേയിൽ 4 കപ്പ് കോഫിയുമായി ജാനകി അവരുടെ അരികിലേക്ക് വരികയും ചെയ്തു. മഹി ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ വരുന്നുണ്ടെന്ന്. കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ബാലയും ഉണ്ടായേനെ. അവൾക്കാണ് കാശിയെ കാണാൻ കൂടുതൽ ആഗ്രഹം. പറയുന്നതിനോടൊപ്പം കോഫി ട്രേ ജാനകി കാശിക്കും കണ്ണനും നേരെ നീട്ടി. അപ്പോൾ ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലേ? വേണ്ടടാ, നിങ്ങളെയെല്ലാം നല്ലതുപോലെ ഇവിടെയുള്ളവർക്കറിയാം. നേരിട്ട് കണ്ടില്ലെങ്കിലും ഞാൻ ഇവരോട് നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കാളും നിങ്ങളെ കൂടുതൽ അറിയുന്നത് അച്ഛൻ പെങ്ങൾക്കാ. നീ വിളിച്ചത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അച്ഛൻ പെങ്ങൾ ഇവിടെ ഉണ്ടായേനെ. ഓ, നിൻ്റെ ബാലമ്മ ആളിവിടെ ഇല്ലേ? മഹി പറഞ്ഞതും അപ്പോൾ തന്നെ കാശി ചോദിച്ചു. ഇല്ല, ക്ഷേത്രത്തിൽ പോയതാ. ഇന്ന് എന്തോ വിശേഷാൽ പൂജയുണ്ടെന്ന്. രാത്രിയാകും തിരിച്ചു വരാൻ. കോഫിയും കുടിച്ച് മഹി തൻ്റെ തറവാട് മുഴുവൻ കണ്ണനും കാശിക്കും കാണിച്ചു കൊടുത്തു. ഒപ്പം തറവാടിനോടനുബന്ധിച്ചുള്ള കുളവും തൊടിയും എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി വന്നു 3 പേരും. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു മഹി, നിൻ്റെ തറവാടും പരിസരവും.
അവിടെ മാകെ നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ഇപ്പോഴും ഇതൊക്കെ സൂക്ഷിക്കുന്നത് അച്ഛൻ പെങ്ങളാണ്. അച്ഛൻ പെങ്ങളുടേതാ തറവാടും തൊടിയും പരിസരവും എല്ലാം. ഷെയർ വന്നപ്പോൾ ഞങ്ങൾക്ക് റോഡിന് മറുസൈഡിലുള്ള ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. അവിടെയും ഇതുപോലെ ഒരു കുഞ്ഞു വീടുണ്ട്. എന്നാലും ഇനിയും അച്ഛൻ പെങ്ങളെ തനിച്ചാക്കരുതെന്ന് കരുതി അച്ഛനും അമ്മയും ഞാനും ഇങ്ങ് താമസമാക്കി. അപ്പോൾ അച്ഛൻ പെങ്ങളുടെ ഭർത്താവ്, മക്കൾ? കാശി പറഞ്ഞറിയാവുന്നതാണ്. എന്നാലും അറിയാനൊരു ത്വരയോടെ കണ്ണൻ ചോദിച്ചു. അച്ഛൻ പെങ്ങളുടെ ഭർത്താവും മകളും 19 വർഷം മുമ്പ് മരണപ്പെട്ടതാണ്. മുംബൈയിൽ വച്ചായിരുന്നു അപകടം. മകളെ കിട്ടിയില്ല. ബാലമ്മയുടെ ഭർത്താവ് രാജശേഖരൻ്റെ ബോഡി കിട്ടിയിരുന്നു. അത് അടക്കവും ചെയ്തു. മകളുടെ ബോഡി കിട്ടാത്തത് കൊണ്ട് അവൾ ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് നടക്കുകയാണ് അച്ഛൻ പെങ്ങൾ. അതിനുശേഷം അച്ഛൻ പെങ്ങൾ തറവാട് വിട്ട് എവിടെയും പോയിട്ടുമില്ല. കൂടിപ്പോയാൽ അടുത്തുള്ള ദേവീക്ഷേത്രം വരെ പോകും. ഇന്നും അവിടെ തന്നെയാണ് പോയിരിക്കുന്നത്. പൂജയും പ്രാർത്ഥനയും ആളുടെ പ്രധാന ഹോബി. ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ പോലും അച്ഛൻ പെങ്ങൾ മാറി നിന്നില്ല. തറവാട് വിട്ട് എവിടേക്കുമില്ലെന്നാ പറയാ. അപ്പോൾ കല്യാണത്തിന് തലേന്നേ വരില്ലേ? നിന്നെ ഈയിടെ കാത്തു കണ്ടെന്നു വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സംസാരിക്കുന്ന വിഷയം മാറ്റാനായി കല്യാണക്കാര്യം എടുത്തിട്ടു കാശി ആ നേരം. എന്തെന്നാൽ അച്ഛൻ പെങ്ങളുടെ അവസ്ഥയോർത്ത് മഹിയുടെ മുഖം വേദനയിൽ കുതിരുന്നത് അവന് കണ്ടിരുന്നു. കണ്ണൻ ചോദിച്ചതിന് വ്യക്തതയോടെ മഹി മറുപടി നൽകി എന്ന് മാത്രം. കണ്ടിരുന്നു. എനിക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ല. 1-2 വർഷം കൊണ്ട് ആളാകെ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു കല്യാണം കഴിക്കേണ്ട പ്രായമൊന്നും പെണ്ണിനായിട്ടില്ലെന്ന് എനിക്ക് തോന്നി. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായിട്ട് മതിയായിരുന്നില്ലടെ കല്യാണം. ആളുടെ കുട്ടിക്കളി ഇപ്പോഴും മാറാത്തതുപോലെ. അല്ല, സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതാ ഞാൻ. മഹി അന്ന് കാത്തുവിനെ കണ്ട ഓർമ്മയിൽ ഓരോന്നായി പറഞ്ഞു. അങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ. അവൾക്കും അതുതന്നെയാണ് ഇഷ്ടം. ഡിഗ്രി കഴിഞ്ഞാൽ PG കഴിഞ്ഞ് ഏതെങ്കിലും ജോലിയിൽ കയറിയിട്ടേ കല്യാണം വേണ്ടെന്ന് ഉറപ്പിച്ചു നിന്നവളാ. ഭാഗ്യദോഷം കൊണ്ട് അവളുടെ ജാതകമൊന്നും മുത്തശ്ശി നോക്കി. 20ാമത്തെ വയസ്സിൽ കല്യാണം വേണമത്രേ. ഇല്ലെങ്കിൽ 35 കഴിഞ്ഞാലേ നടക്കുമെന്ന്. നിനക്കറിയാവുന്നതല്ലേ മുത്തശ്ശിയുടെ സ്വഭാവം. കൂടുതൽ ആരും എതിർക്കാൻ പോയില്ല. നല്ലൊരാലോചന വന്നപ്പോൾ ഉറപ്പിച്ചു. കാത്തുവിനോട് ചോദിച്ചപ്പോൾ അവൾക്കും സമ്മതക്കുറവുള്ളതായി തോന്നിയില്ല. കാശി പറഞ്ഞതിന് ഒന്നും മൂളിയതേയുള്ളൂ മഹി. അകത്തളവും എല്ലാം കണ്ട് അവർ പുറത്തേക്ക് വന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛനും അമ്മയും അച്ഛൻ പെങ്ങളെയും കൂട്ടി തലേന്ന് തന്നെ എത്തണം. ഭാര്യയുടെ കാര്യം അറിയില്ലേ മോനെ? ഞങ്ങൾക്ക് ഉറപ്പായും എത്തും. മഹി പറഞ്ഞതറിഞ്ഞ് എല്ലാവരെയും കാണാനും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് മോൻ്റെ അമ്മ നന്ദിനിയെ. കല്യാണം ക്ഷണിച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ 7 മണി കഴിഞ്ഞിരുന്നു. 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് വീട്ടിലേക്കും. കാത്തുവിൻ്റെ ഹോസ്റ്റലിൽ ഒന്ന് കയറിയാലോ? ഇവിടുന്ന് പോകുന്ന വഴിയല്ലേ മോളുടെ ഹോസ്റ്റൽ? വണ്ടി മുന്നോട്ട് നീങ്ങിയതും ഹോസ്റ്റൽ എത്താനായതും കണ്ണൻ കാശിയെ നോക്കി ചോദിച്ചു. 7 മണി കഴിഞ്ഞില്ലേ? ടീച്ചർ കാണാൻ അനുവദിക്കുമോ? എന്തായാലും ഒന്ന് പോയി നോക്കാം. പറ്റുമെങ്കിൽ ശാലിനിയെയും കല്യാണം ക്ഷണിക്കാമല്ലോ. കണ്ണൻ പറഞ്ഞതും പിന്നെ മറുത്തൊന്നും കാശി പറഞ്ഞില്ല. നേരെ വിട്ടു ഹോസ്റ്റലിലേക്ക്. ശാലിനിയെ കാണാൻ അവനും ആഗ്രഹം തോന്നി. 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു അവളെ ഒന്ന് കണ്ടിട്ട്, ശബ്ദം കേട്ടിട്ട്. എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും അവൾ വീണ്ടും വലിയൊരു തിര പോലെ തന്നിലേക്ക് അടുക്കുകയാണ്. ശാലിനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിറഞ്ഞു. അടുത്തിരുന്ന കണ്ണൻ കാശിയെ തന്നെ നോക്കുകയായിരുന്നു. ശാലിനിയെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് ഈ പോക്കെന്ന് അവനും മനസ്സിലായി. വെറുതെ താൻ ചൂണ്ടയിട്ട് നോക്കിയതാണ്. കറക്റ്റ് ചൂണ്ടയിൽ തന്നെ വീണു. പുഞ്ചിരിയോടെ ഇരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ കണ്ണനും അവൻ കാണാതെ ചിരിച്ചു. ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ 7:30 മണി കഴിഞ്ഞിരുന്നു. ഹോസ്റ്റലിനകത്തേക്ക് കാശിക്ക് വണ്ടി കയറ്റുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ ഗേറ്റിനരികിൽ വെച്ചു തന്നെ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞു. 7 മണിക്ക് ശേഷം വിസിറ്റേഴ്സ് അലൗഡ് അല്ല. കാശി ഗ്ലാസ് താഴ്ത്തിയതും സെക്യൂരിറ്റിക്കാരൻ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സോറി, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നും വരുന്നതാ. അത്യാവശ്യമായി കാണേണ്ടതാണ്. കണ്ണൻ ഏന്തി വലിഞ്ഞ് സെക്യൂരിറ്റിക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി സർ, ഇവിടുത്തെ റൂൾസ് മേഡം കുറച്ച് കർക്കശയാണ്. ആരാ പ്രസാദേ? ഹോസ്റ്റലിൻ്റെ അകത്തു നിന്നും ടീച്ചറുടെ ഉയർന്ന ശബ്ദം കേട്ടതും പ്രസാദ് വേഗം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഇവിടെ 1-2 തവണ വന്നിട്ടുള്ള ആളാണ്. അവരുടെ റിലേറ്റീവിനെ കാണണമെന്ന് പ്രസാദ് പറഞ്ഞതും ടീച്ചർ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി ഗേറ്റ് അരികിലേക്ക് വന്നു. അപ്പോഴേക്കും
കാശിയും കണ്ണനും കാറിൽ നിന്നും ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. കാശിനാഥനോ? എന്താ കാശിനാഥ ഈ നേരത്ത്? ഹോസ്റ്റൽ റൂൾസ് അറിയാവുന്നതല്ലേ? ഗൗരവത്തോടെ ടീച്ചർ ചോദിച്ചതും കാശി ടീച്ചറുടെ അരികിലേക്ക് വന്നു. ടീച്ചർ, ഞങ്ങൾ കുറച്ചു ദൂരം നിന്നും വരുന്നതാ. പോകുന്ന വഴി കാർത്തികയെയും ശാലിനിയെയും കാണാമെന്ന് കരുതി. നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞാൽ കാർത്തികയുടെ കല്യാണമാണ്. അതുമായി ബന്ധപ്പെട്ട്. സോറി കാശിനാഥൻ, ആർക്കു വേണ്ടിയും റൂൾസ് മാറ്റാൻ കഴിയില്ല, ടീച്ചർ തറപ്പിച്ചു തന്നെ പറഞ്ഞു. ടീച്ചർ, ഞങ്ങൾ ടീച്ചറെ കാണാൻ കല്യാണം കൂടി ക്ഷണിക്കാനും കൂടി വന്നതാണ്. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ കണ്ണൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. ഓ ഐ സി, പിന്നെ ഇനി ഇത് ആവർത്തിക്കരുത്. വരൂ. കല്യാണം ക്ഷണിക്കാനാണെന്ന് കണ്ണൻ പറഞ്ഞതും ടീച്ചർ ഒന്ന് മയത്തിലായി. ഒപ്പം ടീച്ചറുടെ പുറകെ അവർ ഹോസ്റ്റലിലേക്ക് കയറുകയും ചെയ്തു. ടീച്ചർ, കല്യാണത്തിന് വരണം. മംഗലശ്ശേരി തറവാട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം. ഉറപ്പായും വരും. കാർത്തികയെയും ശാലിനിയെയും വിളിക്കണോ? കണ്ണൻ നീട്ടിയ കല്യാണ ക്ഷണക്കത്ത് വാങ്ങിക്കുന്നതിനോടൊപ്പം ടീച്ചർ ചോദിച്ചു. വേണമെന്നില്ല, ഞങ്ങൾ ടീച്ചറെ കാണാനാണ് വന്നത്. കണ്ണൻ അങ്ങനെ പറഞ്ഞതും കാശി കണ്ണനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഇത്ര റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നത് ടീച്ചറെ കാണാനാണല്ലോ. അതായിരുന്നു കാശിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം. എന്നാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഞാൻ 2 പേരെയും വിളിക്കാം. കാശിയെയും കണ്ണനെയും നോക്കി പറഞ്ഞുകൊണ്ട് ടീച്ചർ വിളിക്കാനായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. നീ എന്ത് മാങ്ങാത്തൊലിയാടാ പറഞ്ഞത്? നമ്മളിവരെ കാണാനാണോ വന്നത്? ടീച്ചർ പോയതും കണ്ണൻ്റെ കുത്തനി പിടിച്ചു കാശി. വിടും മോനെ കാശിനാഥ, നിന്റെ ഇളക്കം എന്തിനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിനക്ക് അവളെ കാണാതെ ഇരിപ്പുറക്കുന്നില്ലല്ലേ? ഡ കോപ്പേ. കാശി വീണ്ടും കണ്ണൻ്റെ കൊളറിൽ പിടുത്തമിട്ടതും അതേ സമയമായിരുന്നു ടീച്ചർക്ക് പുറകിലായി കാത്തുവും ശാലുവും ഇറങ്ങി വന്നത്. അവരെ കണ്ടതും നല്ല കുട്ടിയായി കാശിനാഥൻ കണ്ണൻ്റെ കോളറിൽ നിന്നും പിടിവിട്ടു. കണ്ണൻ കാശിയെ നോക്കി വെളുക്കനെ ഇളിച്ചുകൊണ്ട് ടീച്ചറെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. നിങ്ങൾ സംസാരിക്ക്. 5 മിനിറ്റ്സ്, അതിൽ കൂടുതൽ സമയം എടുക്കരുത്, ടീച്ചർ കണ്ണനെയും കാശിയെയും നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. എന്താ ഏട്ടാ ഈ നേരം? 2 പേരുടെയും ഓരോ കൈകളിലേക്കും പിടുത്തമിട്ടുകൊണ്ട് കാത്തു കാര്യം അറിയാനായി മാറി മാറി നോക്കി. വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായോ അതോ മറ്റെന്തെങ്കിലും? ഒരുപാട് സംശയങ്ങൾ ആ നിമിഷം കാത്തുവിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ ഈ നേരത്തുള്ള വരവിൽ. ഏയ് ഒന്നുമില്ലടാ, ഞങ്ങൾ മഹിയുടെ വീട്ടിൽ പോയി വരുന്ന വഴിയാ. പിന്നെ വരുന്ന വഴി ആയതുകൊണ്ട് നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഒപ്പം ശാലിനിയെ കല്യാണവും ക്ഷണിക്കാമല്ലോ. കണ്ണൻ പറഞ്ഞതും കാത്തു നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. ശാലിനി, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 2 ദിവസമാണ് കല്യാണം. കാത്തു വീട്ടിലേക്ക് വരുമ്പോൾ താനും പോന്നേക്ക്. അച്ഛനും തന്നോട് പറയാൻ പറഞ്ഞിരുന്നു. കോഴ്സ് തുടങ്ങുന്നതുവരെ തറവാട്ടിൽ നിൽക്കാം. വേണ്ട ഏട്ടാ, ഞാൻ തലേന്ന് എത്തിക്കോളാം, കണ്ണൻ പറഞ്ഞതും അപ്പോൾ തന്നെ ശാലിനി മറുപടി പറഞ്ഞു. എന്തെന്നാൽ അവൾക്കറിയാം, ആ വീട്ടിൽ താൻ ചെന്നാൽ തനിക്കു നേരെ വരുന്ന കൂർത്ത നോട്ടങ്ങളും വെറുപ്പോടെയുള്ള പഴിചാരലുകളും ഒപ്പം തൻ്റെ സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകളും. വേണ്ട, അതിനേക്കാൾ ഭേദം കാത്തുവിൻ്റെ മറ്റു കൂട്ടുകാരികൾ പോകുമ്പോൾ താനും പോകുന്നതാണ്. എന്നാലും താൻ ചിന്തിക്ക്, വെറുതെ ഇവിടെ തനിച്ച് നിൽക്കേണ്ടല്ലോ. എനിക്ക് പ്രശ്നമില്ല ഏട്ടാ, മുന്നോട്ട് ഞാൻ തനിച്ചാണല്ലോ. ഇപ്പോഴേ ശീലിച്ചാലേ നല്ലതല്ലേ? പറയുമ്പോൾ ശാലിനിയുടെ കണ്ണുകൾ ഒരു പ്രാവശ്യം മാത്രം കാശിയിലേക്ക് എത്തിയിരുന്നു. തന്നിലേക്ക് മാത്രം ഒഴുകി നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ അവൾ കാണാതെയും ഇരുന്നില്ല. കാത്തു, ഇങ്ങു വന്നേ, ഏട്ടന് പറയട്ടെ. കാത്തുവിൻ്റെ ചുമലിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണൻ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ അവിടെ ശാലിനിയും കാശിയും മാത്രമാണ് നിൽക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ 2 പേർക്കും തനിച്ച് സംസാരിക്കാനുള്ള ഒരവസരം ഒരുക്കുകയായിരുന്നു കണ്ണൻ. അതെന്താ, കാത്തുവിൻ്റെ കൂടെ വന്നാൽ? ഗൗരവമേറിയ കാശിയുടെ ശബ്ദം. നേരത്തെ വരാൻ എനിക്ക് മംഗലശ്ശേരി തറവാട്ടിൽ ഒരു ബന്ധവുമില്ലല്ലോ. കാത്തുവിൻ്റെ മറ്റു കൂട്ടുകാരികൾ വരുമ്പോൾ ഞാനും വരും. അപ്പോൾ തന്നെ ഉറച്ച മറുപടി നൽകി ശാലിനി. എന്നോടുള്ള വാശിയാണോ? അവളെ തന്നെ നോക്കുകയാണ് കാശിനാഥൻ. ഒപ്പം അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് ആകെ ഒഴുകുന്നുണ്ട്. കണ്ണിൽ കട്ടിൽ മഷി എഴുതി. കുളിച്ചു വന്നതേയുള്ളൂ എന്ന് തോന്നുന്നു. മുടിയിൽ നിന്നും വെള്ളം ഉറ്റുന്നുണ്ട്. ഇടുപ്പുറ്റ മുടി നിവർത്തിയിട്ടുണ്ട്. അലങ്കാരമായി കണ്ണിലെ കൺമഷി മാത്രമേയുള്ളൂ. എന്നാലും ഒരു പ്രത്യേക ഭംഗിയുള്ളതായി അവന് തോന്നി. എനിക്ക് ആരോടും വാശിയില്ല. ശാലിനിയുടെ ശബ്ദമാണ് അവളിൽ നിന്നും അവൻ്റെ കണ്ണുകൾ ചലിപ്പിച്ചത്. അല്ലെങ്കിലും എന്തിനാ ഞാൻ വാശി കാണിക്കേണ്ടത്? അതിന് നിങ്ങൾ എൻ്റെ ആരാ?
എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആ സ്ഥാനത്തിലുപരി മറ്റൊന്നും ശാലിനി ആഗ്രഹിക്കില്ല. ഞാൻ നിൻ്റെ ആരുമല്ലേ? ഇപ്പോൾ അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് മാത്രം തങ്ങി നിന്നു. അവൻ്റെ ശബ്ദത്തിലെ ഗൗരവവും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അല്ല, കാത്തുവിൻ്റെ ഏട്ടൻ മാത്രം. അങ്ങനെ പറയാനും ചിന്തിക്കാനുമാണ് എനിക്കിഷ്ടം. പിന്നെ മംഗലശ്ശേരി തറവാട്ടിലെ കാശിനാഥൻ്റെ പട്ടമഹർഷിയായി വരാനുള്ള യോഗ്യതയൊന്നും ശാലിനിക്കില്ല. അതുകൊണ്ട് കാണുമ്പോഴുള്ള ഈ ചോദ്യം ഇനി വേണ്ട. കല്യാണത്തിന് ഞാൻ വരും, തലേന്ന് മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്നും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകാം. കാത്തുവിനെയും ചേർത്ത് നിർത്തി അകത്തേക്ക് വന്നവൻ കാശിയെ നോക്കി ചോദിച്ചു. കാശി അമർത്തി മൂളി കാത്തുവിൻ്റെ കവിളിൽ ഒന്ന് തലോടി അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. തറവാട്ടിൽ ഇപ്പോഴേ കല്യാണമേളം തുടങ്ങി. ഇനി നീ വന്നാൽ വേണം മേളം കുറച്ചും കൂടി കൊഴുപ്പിക്കാൻ. വിവേക് വിളിക്കാറില്ലേ മോളെ? ഇല്ല ഏട്ടാ, ഈ വിവേകേട്ടൻ എന്താ പറ്റിയതെന്നറിയില്ല. ഇതിപ്പോൾ 1-2 ആഴ്ചയായി വിളിക്കാതെ. ചിലപ്പോൾ തിരക്കാകും. കാത്തുവിൻ്റെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ട് കണ്ണനും കാശിയുടെ പുറകെ അവിടെ നിന്നും ഇറങ്ങി. ശാലിനി എന്തു പറഞ്ഞു? നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം തരാൻ വേണ്ടിയാ ഞാനും കാത്തുവും മാറി നിന്നത്. എനിക്ക് മനസ്സിലായി. ഗൗരവത്തോടെയായിരുന്നു കണ്ണന് കാശി മറുപടി നൽകിയത്. എന്താടാ, ശാലിനിയെ കണ്ടതിലുള്ള സന്തോഷമൊന്നും നിൻ്റെ മുഖത്തില്ലല്ലോ. സന്തോഷം തോന്നാൻ അവൾ എൻ്റെ ആരാ? ഉറച്ച ശബ്ദത്തോടെ കാശി സഡൻ ബ്രേക്ക് ഇട്ട് കണ്ണന് നേർക്ക് നോക്കി ചോദിച്ചതും കാശിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ കണ്ണനൊന്നു ഞെട്ടിപ്പിടഞ്ഞു. അപ്പോൾ മറക്കല്ലേ, 2 ദിവസം തരാത്തതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് തിരക്കായിപ്പോയി. എന്താ പറയുക, വോയിസ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ള ശബ്ദങ്ങൾ ഇപ്പോഴും ഇവിടെ ബഹളങ്ങളാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകും. എന്നാലും പറയുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഭാഗം വേഗം തരാട്ടോ.